നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ചരിത്രപരമായ തീരുമാനമുണ്ടാകുമെന്ന് രാഷ്ട്രപതിയും ജനപ്രിയ ബഡ്ജറ്റാകുമെന്ന് സാമ്പത്തിക സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻകൂട്ടി അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ നിർമ്മാണ മേഖലയ്ക്കും കേരളത്തിനും പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടായില്ലെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ സംഘടനകളുടെ ബഡ്ജറ്റ് അവലോകന യോഗം വിലയിരുത്തി. 7 വർഷം മുമ്പ് GST നടപ്പാക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ഒറ്റ നികുതി, ഒരേ വില സർക്കാരുകൾക്കും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഗുണകരമാണെന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന GST ഇപ്പോൾ തൊട്ടതിനൊക്കെ നികുതി ചുമത്തുന്ന അവസ്ഥയിലാണ്. ഈ ബഡ്ജറ്റിൽ GST നികുതി ഘടന ലളിതവൽക്കരിക്കുമെന്നും ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും സാധനം വാങ്ങുമ്പോഴും തുടർന്നുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി കൊടുക്കേണ്ട അവസ്ഥയാണ്. രാഷ്ട്രീയ പരിഗണന വെച്ച് ഘടകകക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തപ്പോൾ 24,000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് നേരത്തെ ആവശ്യപ്പെട്ട കേരളത്തിന് എയിംസ്, തുരങ്കപാത ഉൾപ്പെടെ പ്രതീക്ഷിച്ച റെയിൽവേ വികസന പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. ആദായ നികുതിയിലെ ഇളവുകളും സ്വർണം, വെള്ളി, മൊബൈൽ ഫോൺ, സോളാർ പാനൽ, മരുന്നുകൾ എന്നിവയുടെ വില കുറയുന്നതും ആശ്വാസകരമായി. GST ഉൾപ്പെടെ കേന്ദ്ര വരുമാനം 10 മടങ്ങ് വർദ്ധിച്ചു. എന്നിട്ടും പെട്രോളിയം ഉൽപ്പന്ന നികുതി കുറയ്ക്കാത്തതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. MDC പ്രസിഡന്റ് ഷവ്ലിയാർ CE ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിയും മുൻ വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, പ്രത്യേക ക്ഷണിതാക്കളായ ഡോക്ടർ MP പത്മനാഭൻ, റൊണാൾഡ് ജൂലിയൻ, G ശ്രീരസ് PP, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് A ശിവശങ്കരൻ, MV കുഞ്ഞാമു, CC മനോജ്, കുന്നോത്ത് അബൂബക്കർ, നോവക്സ് മൻസൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു.